വോട്ടെടുപ്പിന് പിന്നാലെ കത്തോലിക്ക സഭയെ രൂക്ഷമായി വിമർശിച്ചും ബിഷപ്പുമാരെ അധിക്ഷേപിച്ചും ബി.ജെ.പി നേതാവ് PC ജോർജ്. UDF-ന് വോട്ട് ചെയ്യണമെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കന്യാസ്ത്രീ മഠങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്ന് പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ PC ജോർജ് ആരോപിച്ചു. രാഷ്ട്രീയം പറയുന്ന ബിഷപ്പുമാരെ രാഷ്ട്രീയമായി കാണുമെന്നും PC ജോർജ്. കത്തോലിക്ക സഭാ മുഖപത്രം ദീപികയ്ക്കെതിരെ പാലയിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജും ആഞ്ഞടിച്ചു. എന്നാൽ PC ജോർജിന്റേത് പാർട്ടിയുടെ നിലപാട് അല്ലെന്നാണ് BJP നേതൃത്വത്തിന്റെ പ്രതികരണം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഒരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷെ അയാളെന്തായത് മടങ്ങളിലെല്ലാം വിളിച്ച് UDF വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണ് കളി. അപ്പോൾ അയാൾക്ക് എന്താ അവകാശം? ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. അത് നിങ്ങൾ പത്രം എടുത്തോ. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. വൃത്തികെട്ടവന്മാർ ആ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നു. ദൈവം അനുകരിച്ച നിയമസഭയിലും ഈ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയും. ദീപിക പത്രത്തെ സംബന്ധിച്ചിടത്തോളം ദീപിക പത്രം സഭയുടെ മുഖപത്രം എന്നാരും പറഞ്ഞു. ദീപിക പത്രത്തിൽ ആരെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അത് ഇനി ഞാൻ പിതാക്കന്മാരുടെ അടുത്ത് എല്ലാവരും കാണാൻ പോവുകയാണ്. ഇതേ നിലപാട് സഭയുടെ മുഖപത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ നില ദീപിക എന്ത് നിലപാട് തുടങ്ങാൻ സഭയുടെ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ഇൻവെസ്റ്റേഴ്സിനെ ശരിക്കും ചില വ്യക്തികൾ വഴി പിണറായി വിജയന് പോലും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് PC ജോർജ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയും. അത് പാർട്ടിയുടെ നിലപാടല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ ജോസ് കെ മാണിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്, അതും കൂടി കാണാം. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എന്താ, ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കള നാണയങ്ങളും ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി BJP അത് തിരിച്ചറിയും ഉടനെ തന്നെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യമേ എടുത്തത്. അതേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആയിട്ടല്ല. അന്ന് ഞാൻ പറഞ്ഞു അത് കൊടുങ്കാറ്റാണെങ്കിൽ ഇനി സുനാമി വരാൻ പോവുകയാണ്. കാരണം ഈ വരുന്ന നമ്മുടെ FCRയുടെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ക്രൈസ്തവ വെൽഫെയർ ബോർഡ് വരുന്നത് അത് സുനാമി ആയിരിക്കും. ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും. ടോബി, ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ PC ആഞ്ഞടിച്ചിരിക്കുകയാണ് കത്തോലിക്ക സഭയ്ക്കെതിരെ. PC മാത്രമല്ല, ഷോൺ ജോർജുമുണ്ട്. അത് രാഷ്ട്രീയമായി തന്നെ വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന, ചർച്ചയാകുന്ന തരത്തിലാണ് ഈ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. അതിനെ BJP ഇപ്പോൾ നൈസായി ഊരിപ്പോകുന്നത് നമ്മൾ കണ്ടു, അല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. മധ്യകേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ചും ക്രൈസ്തവരുടെയൊക്കെ പിന്തുണ ലഭിക്കുമെന്ന്. പക്ഷേ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ തന്നെ അത് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് PC ജോർജും ഷോൺ ജോർജും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നേരത്തെ FCRയുടെ വിഷയം വന്നപ്പോൾ തന്നെ മെത്രാന്മാർക്കെതിരെ ചില പ്രതികരണങ്ങൾ PC ജോർജ് നടത്തിയിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം അത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് തന്നെ അത് വലിയ വിവാദത്തിലേക്ക് പോയാൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് അത് പിൻവലിച്ചത്. എന്നാൽ ഇപ്പോൾ PC പറയുന്നത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പടക്കം മഠങ്ങളിൽ വിളിച്ച് UDF-ന് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് ഉള്ള ഒരു പ്രതികരണമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും UDF-ന് അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് ക്രൈസ്തവ സമൂഹം നിന്നില്ല എന്നുള്ള വ്യക്തത ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. മെത്രാന്മാർക്കെതിരെയാണ് PC ജോർജ് പ്രതികരണം നടത്തിയതെങ്കിൽ ഷോൺ ജോർജ് ദീപിക പത്രത്തിനെതിരെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടതാണ് ഈ ഛത്തീസ്ഗഡ് വിഷയം, അതുപോലെ തന്നെ FCRA വിഷയം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി BJPക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ദീപിക പത്രം എഴുതിയിരുന്നത്. ആ പത്രത്തിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഷോൺ ജോർജും PC ജോർജും മുന്നോട്ട് വെക്കുന്നു. ചില മെത്രാന്മാർ UDF-ന് വേണ്ടി കുരയ്ക്കുന്നു എന്നുള്ള ഭാഷ പോലും PC ജോർജ് പ്രയോഗിക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണാൻ സാധിച്ചു. എന്തായാലും ചില മെത്രാന്മാർക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ BJPയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിലെന്ത് നിലപാട് സ്വീകരിക്കും, ഈ PC ജോർജിനെയും ഷോൺ ജോർജിന്റെയും നിലപാടുകളെ എങ്ങനെ വ്യാഖ്യാനിക്കും, എങ്ങനെ അതിനെ തള്ളിപ്പറയുമോ അതോ പറഞ്ഞത് ശരിയാണെന്ന് പറയുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. BJPയുടെ ഔദ്യോഗിക നിലപാട് എന്തായിരിക്കും എന്നതടക്കം ഇനി അറിയേണ്ടതുണ്ട്. ശരി, ടോബി ജോൺസണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു, അതോടെ തന്നെ വീണ്ടും വാവിട്ട വാക്കുമായി PC ജോർജ് രംഗത്തുയർന്നു. പലപ്പോഴും ഇത്തരത്തിൽ PC ജോർജിന്റെ വാക്കുകളൊക്കെ BJPക്ക് ഒരു തലവേദനയാകുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിൽ ഇത് ഇനിയൊരു തലവേദനയായി മാറുമോ, വലിയ ചർച്ചയായി മാറുമോ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലൊക്കെ കണ്ടു തന്നെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.